അല്പം പോലും മനസാക്ഷി കുത്തില്ലാതെ കോൺഗ്രസും ലീഗും വിളിച്ചു തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കും എന്ന്. ആരായിരുന്നു അന്ന് തമ്പ്രാനെ എന്ന് വിളിച്ചിരുന്നത്? രാഹുൽ മാങ്കു ഈ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗക്കാർ. ആരെ? അന്നത്തെ നാടുവാഴി തമ്പ്രാക്കന്മാരെ. അവരോടാണ് അന്ന് കോൺഗ്രസും ലീഗും പറഞ്ഞത്, നിങ്ങൾക്ക് ഈ മണ്ണിൽ അവകാശമോ? സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ട് ജമ്മിയെ തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പിന്നെയോ പാളയിൽ കഞ്ഞി കുടിപ്പിക്കും. ആരാ അന്ന് പാളയിൽ കഞ്ഞി കുടിച്ചിരുന്നത്? ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗക്കാർ. അവർക്ക് ജമ്മിയുടെ മുറ്റത്ത് കുഴി കുത്തി അതിൽ കമുങ്ങിന്റെ പാള കുമ്പിളായി വെച്ച് അതിലേക്കാണ് കഞ്ഞി വിളമ്പിയിരുന്നത്. അക്കൂട്ടർ ഭൂമിയുടെ അവകാശികളായി പാത്രത്തിൽ കഞ്ഞി കുടിക്കുന്നത് സഹിക്കാത്തത് കൊണ്ടാണ് അന്ന് രാഹുൽ മാങ്കോയുടെ പൂർവികർ പാളയിൽ കഞ്ഞി കുടിപ്പിക്കുമെന്ന് വിളിച്ചത്. തീർന്നില്ല മുദ്രാവാക്യം. ചാത്തൻ പൂട്ടാൻ പൊയ്ക്കോട്ടെ, ചാക്കോ നാടു ഭരിക്കട്ടെ. ആരാണ് ഈ ചാത്തൻ എന്നറിയുമോ? രാഹുലിന് അന്നത്തെ EMS സർക്കാരിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികജാതി ക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു PK ചാത്തൻ മാഷ്. ചാലക്കുടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയി കേരളത്തിന്റെ ആദ്യ നിയമസഭയിൽ എത്തിയ ആളായിരുന്നു ചാത്തൻ മാഷ്. ആ ചാത്തൻ മാഷ് മന്ത്രിയായത് കോൺഗ്രസിനും ലീഗിനും സഹിക്കാനേ ആയില്ല. ചാത്തൻ ഇങ്ങനെ മന്ത്രിപ്പണി എടുക്കേണ്ട, പകരം പാടത്ത് പൂട്ടാൻ പോയിക്കോട്ടെ എന്ന്. എങ്ങനെയുണ്ട് നമ്മുടെ മാങ്ങേണ്ടിയുടെ കോൺഗ്രസിന്റെ ദളിത് സ്നേഹം? തീർന്നില്ല. ഗൗരിച്ചൊത്തി പെണ്ണല്ലേ പുല്ലുപറിക്കാൻ പോയിക്കൂടെ? അന്ന് ഗൗരിയമ്മയെ ഉദ്ദേശിച്ചാണ് ഈ മുദ്രാവാക്യം വിളിച്ചത്. ഗൗരിയമ്മയോട് പാടത്ത് പുല്ലു പറിക്കാൻ പോകാനാണ് കോൺഗ്രസും ലീഗും പറഞ്ഞത്. ഒരേ സമയം സ്ത്രീ വിരുദ്ധവും ദളിത് വിരുദ്ധവുമായ മുദ്രാവാക്യം. പിന്നെയോ വിക്ക ഞൊണ്ടി ചാത്ത നിങ്ങളെ മുക്കിക്കൊല്ലും കട്ടായം. ആരാണ് വിക്ക എന്ന് വിളിച്ചത്? ആരെയാണ്? അന്നത്തെ മുഖ്യമന്ത്രി, ഐക്യ കേരള ശില്പി, പഴയ KPCC സെക്രട്ടറി കൂടിയായിരുന്നു സഖാവ് EMSനെയാണ് ഈ വിക്ക എന്ന് വിളിച്ചത്. ശരിയാണ്, അദ്ദേഹത്തിന് അല്പം വിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിയാക്കി വിക്ക എന്ന് വിളിച്ചത്. അന്ന് സഭയിലുണ്ടായിരുന്ന KC ജോർജിന് കാലിന് അല്പം വൈകല്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ കളിയാക്കിയാണ് ഞൊണ്ടി എന്ന് വിളിച്ചത്. ഈ മാങ്ങേണ്ടിയുടെ പൂർവികർ അതൊക്കെ വിളിച്ചത് തീർത്തും ദളിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും അങ്ങേയറ്റം ക്രൂരവുമായ മനസ്സുള്ളവരായിരുന്നു ഇവന്റെ കോൺഗ്രസും ലീഗും. എന്നിട്ടാണ് ഒരു ഒളുപ്പമില്ലാതെ ഇപ്പൊ അതേ പട്ടികജാതി ദളിത് വിഭാഗത്തിന്റെ പേരും പറഞ്ഞ് സഭയിൽ കടന്ന് പോകുന്നത്.